നായർ സമുദായത്തെ ഉണർത്തി അധ്വാനികളും ആത്മബോധമുള്ളവരുമാക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു കർമ്മധീരനാണ് ഈ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ. നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ജസ്റ്റിസ് രാധാകൃഷ്ണൻ സാറിൻ്റെ അച്ഛൻ യശശരീരനായ ശിവരാമപ്പണിക്കർ സാർ മുതൽ അതിന് മുന്നിലും അതിനുശേഷവും മന്നത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള മഹാന്മാരുടെ സാരഥ്യം വഹിച്ച ഒരു സംഘടനയുടെ ഒരു ശാഖ എന്ന് പറയാൻ പറ്റില്ല. ഭരണഘടനയുടെ നിഷ്കർഷ കാരണം കേരളത്തിൽ നിന്ന് വെളിയിലോട്ട് നീട്ടാൻ വയ്യാത്തത് കൊണ്ട് ഈ സംഘടനകൾ പ്രത്യേകമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. എന്നിരുന്നാലും മന്നത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ, അദ്ദേഹം നമ്മളെ പറഞ്ഞു തന്ന ആദർശങ്ങൾ അത് അതേപടി ചൊൽപ്പടിയിൽ അനുസരിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകരാണ് നമ്മളുടെ ഡൽഹിയിലെ ഈ കരയോഗം. 21 കരയോഗങ്ങളും ഏതാണ്ട് 15,000 കുടുംബാംഗങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സംഘടന വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, വെറും വളർച്ചയല്ല, ജനസേവകപരമായിട്ടുള്ള പല പദ്ധതികളും നടപ്പാക്കി ആളുകൾക്ക് ഉപകാരപ്രദമെന്ന് പറഞ്ഞാൽ പോരാ, വിദ്യാഭ്യാസത്തിന് അർഹിക്കുന്നവരെ കിട്ടി സഹായിക്കുക. ഏതാണ്ട് 100-ൽ പരം കുഞ്ഞുങ്ങൾക്ക് അറിയിക്കുന്നവർക്ക് വിദ്യാഭ്യാസ സഹായം കൊടുക്കാൻ കഴിയും. ഇങ്ങനെ വളരെയധികം അചഞ്ചലമായ നിശ്ചയദാർഢ്യമുള്ള ആചാര്യന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന് തന്നെ മുൻകൂർ തൂക്കം കൊടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം. അതുകൂടാതെ വേറെ അറിയിക്കുന്ന രീതിയിൽ പിന്നെ നമ്മളോട് ഈ പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള സഹായം, ഒരു അത്യാഹിതം നടന്നു കഴിഞ്ഞാൽ അവിടെ ഓടിയെത്തി അവർക്ക് വേണ്ടുന്ന സഹായം, അതിനുള്ള ഒരു സന്നദ്ധ സംഘടന തയ്യാറായിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും പുതിയതായിട്ടുള്ള പറഞ്ഞ ഒരു ജനസേവക ക്ഷേമ പദ്ധതിയാണ് ഈ വിധവ പെൻഷൻ സ്കീം നമ്മൾ കഴിഞ്ഞ വിജയദശമിക്ക് തുടങ്ങി. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം തന്നെ ഏതാണ്ട് 8-9 മാസമായിട്ട് വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ മാത്രമല്ല, നായർ സമുദായങ്ങളിലെ അംഗങ്ങൾ മാത്രമല്ല, ഇതര സമുദായങ്ങളിൽ നിന്നും ഇന്ത്യയിലും വെളിയിലുമുള്ള എല്ലാ ഈ മഹാന്മാരുടെയും നല്ല മനസ്സുള്ളവരുടെയും സഹായം കൊണ്ട് ഇന്ന് ആ ബിൽഡിംഗ് പൊങ്ങി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ നമ്മളുടെ ജനസേവക പരിപാടികൾക്ക്, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തൂക്കവും ആക്കവും വ്യാപ്തിയും ഉണ്ടാകുവാൻ ആ സ്ഥാനം കൂടെ വളർന്നു വന്നാൽ മാത്രമേ നമുക്ക് അത് പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ള ഒരു ലിമിറ്റേഷൻ മാത്രമേ ഇപ്പോൾ നമുക്കുള്ളൂ. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട്, ആചാര്യന്റെ അനുഗ്രഹം കൊണ്ട് വിദൂരമല്ലാത്ത ഭാവിയിൽ അതൊരു യാഥാർത്ഥ്യമായി തീരുകയും ചെയ്യും. ഈ ഒരു ധാരണയുണ്ടായിരുന്നു ആളുകൾക്ക് പലർക്കും, ഇത് ഒരു വർഗീയ സംഘടനയാണ്, ഒരു നായർ സംഘടനയായി നായന്മാർക്ക് വേണ്ടി മാത്രം ഒരിക്കലും മന്നം നിലകൊണ്ടിരുന്നില്ല. അദ്ദേഹം മറ്റ് സഹോദര സമുദായങ്ങളോട് ചേർന്ന് ഒരു സ്പർദ്ധയുമില്ലാതെ അവരുമായിട്ട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ രാഷ്ട്രീയത്തിൽ പോലും അദ്ദേഹം ജനനായകത്വം സ്വീകരിച്ച് പടപൊരുതി തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കാൻ പ്രയത്നിച്ചിട്ടുള്ള മന്നം ഒരിക്കലും ഒരു വർഗീയവാദി അല്ലായിരുന്നു, ഒരു ജനസേവകനായിരുന്നു, സാമൂഹ്യ സേവകനായിരുന്നു. നമ്മളുടെ
രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ച ഒരു വലിയ മഹാത്മാവായിരുന്നു. അദ്ദേഹത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്തവർക്ക് അല്പമെങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഈ വിഷയത്തിനെപ്പറ്റി കൂടുതൽ പ്രസംഗിക്കാൻ അർഹതയുള്ളവരും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പല പ്രതിഭാധന്യന്മാരും ഇവിടെ ഈ വേദിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് അധികം കിടക്കുന്നില്ല. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പരിപാടികളിൽ ഒന്നായ വിദ്യാഭ്യാസത്തിൻ്റെയും വിധവാ പെൻഷൻ്റെയും ആതുര സേവനത്തിൻ്റെയും കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വ്യാപ്തിയും ആഴവും ഉണ്ടാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ചേർന്ന് പ്രവർത്തിക്കുകയും ഇന്ന് ഈ ചടങ്ങുകളോട് ഉൾപ്പെടുത്തി തന്നെ കുറച്ച് വിധവകൾക്ക് വേണ്ടിയുള്ള സഹായധനവും ഇവിടെ തന്നെ ഇന്ന് തന്നെ നമ്മൾ വിതരണം ചെയ്യുകയും ചെയ്യും. ഈ അവസരത്തിൽ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇത് ഈ ഡൽഹിയുടെ ആസ്ഥാനമാക്കി നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു ഗ്ലോബൽ ലെവലിൽ NSSൻ്റെ ഒരു സംഘടനയും രൂപീകരിച്ചു. അതിന് ഗ്ലോബൽ NSS എന്നുള്ള പേരിലാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള സമാനമനസ്കരായിട്ടുള്ള NSS സംഘടനകളിൽ ഉൾപ്പെടുത്തി നമ്മൾ ഇതുപോലെയുള്ള ഈ സംഘടന വളരെ വലുതാക്കിയിട്ട് ഒരു ലോക സംഘടനയാക്കി വളരാൻ ഉള്ള ഈ നമ്മളുടെ യജ്ഞത്തിൻ്റെ കഴിഞ്ഞ മാസം ഈ മാസം ആദ്യത്തെ വാർഷിക ആഘോഷം ചെന്നൈയിൽ വെച്ച് നടത്തി. അതിൻ്റെ ഈ മുഖ്യ പ്രഭാഷകനായിട്ട് വന്നത് ഡോക്ടർ ജി മാധവൻ നായർ സാർ ആയിരുന്നു. ISROയുടെ മുൻ ഡയറക്ടറായിരുന്നു. അവിടെ ഒരു മഹാവിജയമായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ വെച്ച് നടന്നുവെങ്കിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള അംഗങ്ങൾ അതിൽ പ്രതിനിധീകരിക്കുകയും അതൊരു വലിയ വിജയമാക്കി തീർക്കുകയും ചെയ്തിരുന്നു. നമ്മൾക്ക് ഈ ചടങ്ങിൽ നിന്ന് നമ്മളുടെ കൂടെ എപ്പോഴും കാണുന്ന ശ്രീ TK നായർ സാർ പ്രവാസി മലയാളികളുടെ പ്രവാസി സംഘടനകളുടെ മീറ്റിങ്ങിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ കൂടെ ജയ്പൂരിൽ പോയിട്ട് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കത്തേ ഉള്ളൂ. അദ്ദേഹം ഏത് സമയം ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് പ്രതീക്ഷ. ഒരു പക്ഷെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഔദ്യോഗികമായ കാര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല എങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മളുടെ കൂടെ നിന്ന് എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും തരുന്ന ഇതര മതസ്ഥർക്കും ഈ സംഘടനാ നേതാക്കൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഒരു പേര് കൊണ്ട് അന്യ മതസ്ഥനാണെന്ന് തോന്നുമെങ്കിൽ പോലും നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന അഭിമന്യനായിട്ടുള്ള ശ്രീ മുഹമ്മദ് സാർ ഒരു വലിയ ബുദ്ധമത വിശ്വാസിയാണ് എന്നുള്ളത് നിങ്ങൾക്കൊരു വാർത്തയായി തോന്നും. പലർക്കും അറിയാമായിരിക്കും. അറിയാത്തവരുടെ അറിവിന് വേണ്ടി ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു വലിയ മഹാമനസ്കനും ഇന്ത്യയിലെ പുരാതന വസ്തുക്കളുടെ സംരക്ഷണം എന്നുള്ളതിനുൾപ്പെടെയും അത് ഉപരിയായിട്ട് ഇപ്പോൾ ഒബാമയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഈ പുരാതന വസ്തുക്കളുടെ സ്ഥാനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും അത് വേണ്ട രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതും അത് അവരുടെ കൂടെ പോയതും ഭാഗ്യം കിട്ടിയത് ശ്രീ മുഹമ്മദ് സാറിനാണെന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസരത്തിൽ കൂടുതൽ അധ്യക്ഷന്റെ പ്രസംഗത്തിൽ കൂടെ പറയാനൊന്നുമില്ല. ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രീ രാധാകൃഷ്ണൻ സാർ അദ്ദേഹത്തിൻ്റെ പല ഔദ്യോഗിക ചുമതലകളും മാറ്റിവെച്ചിട്ടാണ് ഇന്ന് ഈ സമയം കണ്ടെത്തിയത്. അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് NSSൻ്റെ പേരിലും
ഈ ഇവിടുത്തെ അംഗങ്ങളുടെ പേരിലും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Honorable Judge, Supreme Court, Justice K.S. Radhakrishnan for the inaugural and Mannam Jayanti speech. യോഗാധ്യക്ഷൻ ശ്രീ MKG പിള്ള, ഡൽഹി NSSന്റെ പ്രസിഡന്റ്, നേരത്തെ നമ്മളെ അഭിസംബോധന ചെയ്ത മെമ്പർ ഓഫ് പാർലമെന്റ് ശ്രീ മഹാബൽ മിശ്ര, ഡൽഹി NSSന്റെ സെക്രട്ടറി ശ്രീ R.R. നായർ, ബഹുമാന്യനായ ശ്രീ പ്രൊഫസർ അംചേരി NN പിള്ളൈ, ശ്രീ K.K. മുഹമ്മദ്, ശ്രീ ബാബു പണിക്കർ, വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഡൽഹി NSSന്റെ പ്രവർത്തകരെ, സഹൃദയരെ, ഇങ്ങനെയൊരു ചടങ്ങിൽ വരുവാനായിട്ടും അത് പങ്കെടുക്കുവാനായിട്ടും ഒരവസരം ലഭിച്ചത് ഒരു ദൈവഹിതമായിട്ട് ഞാൻ കരുതുന്നു. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ മന്നം ജയന്തി ആഘോഷ സമയത്ത് ഇങ്ങനെ ഒരു ചടങ്ങിൽ വരണമെന്ന് ശ്രീ NJK പിള്ള എന്നോട് പറയുകയുണ്ടായി. പക്ഷേ ചില ജോലി തിരക്കുകൾ കൊണ്ട് എനിക്കന്ന് വരാൻ പറ്റിയില്ല. പക്ഷേ ഈ 135ാമത്തെ മന്നം ജയന്തി ആഘോഷങ്ങളിൽ നിങ്ങളുടെ കൂടെ പങ്കെടുക്കുവാനായിട്ട് ഒരവസരം ലഭിച്ചതിൽ തീർച്ചയായിട്ടും എനിക്ക് അതിയായ ആഗ്രഹം ഇതുണ്ട്. നേരത്തെ ഞാൻ 2010 ഇതുപോലെ ഒരു ചടങ്ങിൽ ഗുജറാത്തിൽ പങ്കെടുക്കുകയുണ്ടായി, ഒരു NSSന്റെ വാർഷിക ആഘോഷങ്ങളിൽ. അന്ന് ഞാൻ പറഞ്ഞു, ഇതിലും വലിയൊരു ഹാളായിരുന്നു, ആ ഹാളിൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു. കേരളത്തിൽ NSSന്റെ ഒരു പ്രോഗ്രാം വിളിച്ചുകൂട്ടിയാൽ ഇത്രമാത്രം ജനങ്ങൾ വരുമെന്ന് സംശയമാണ്. ഗുജറാത്തിലും ഡൽഹിയിലും കണ്ട ഈ NSSനോടുള്ള താല്പര്യം കാണിക്കുന്നത് കേരളത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇത്രയും ആൾക്കാർ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കുട്ടികളും അതുപോലെ മുതിർന്നവരും ആത്മാർത്ഥമായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ കൊടിക്കീഴിൽ വരുവാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും സന്നദ്ധത കാണിച്ചാൽ തീർച്ചയായിട്ടും ഇതിന്റെ പ്രസിഡന്റ് ശ്രീ MKG പിള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. NSSുമായിട്ട് എൻ്റെ ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ വഴിയാണ് NSSുമായിട്ടുള്ള എൻ്റെ ബന്ധം. എൻ്റെ അച്ഛൻ NSSന്റെ ചങ്ങനാശ്ശേരിയിൽ NSS പ്രസിഡന്റായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ശ്രീ കടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അച്ഛൻ അതിനുശേഷം അഡ്വക്കേറ്റ് ജനറലായിട്ട് PK വാസുദേവൻ നായർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ, കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അച്ഛൻ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറലായി പോവുകയും കരുണാകരൻ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ കിടങ്ങൂർ ഹൈക്കമ്മീഷനായി സിംഗപ്പൂരിലേക്ക് പോവുകയും ചെയ്തു. ഇവർ രണ്ടുപേരും അതിൽ നിന്ന് പിരിയേണ്ടി വന്നു. അതിനുശേഷം NSSന്റെ ഇന്നത്തെ സ്ഥിതിഗതികളെ പറ്റി എനിക്കെന്നെ പറയാനുള്ള ആളില്ല, അതിനുള്ള അറിവും എനിക്കില്ല. ഏതായാലും മഹൽ വ്യക്തികൾ അലങ്കരിച്ചിരുന്ന പല കസേരകളും ഇന്ന് ഒഴിഞ്ഞെടുക്കുന്നുണ്ടോ സംശയമുണ്ട്. NSSന്റെ മുൻ പ്രസിഡന്റ് N. ഗോവിന്ദ മേനോൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം കോട്ടയത്തെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനായിരുന്നു. അദ്ദേഹം NSSന്റെ പ്രസിഡന്റായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഒരു അഭിഭാഷകനായിട്ടാണ് എൻ്റെ അച്ഛൻ കോട്ടയത്ത് പ്രാക്ടീസ് തുടങ്ങിയത്. ശ്രീ ഗോവിന്ദ മേനോൻ സാർ NSS പ്രവർത്തനങ്ങൾക്കായി
കേരളത്തിലുടനീളവും കേരളത്തിന് പുറത്തും യാത്ര ചെയ്യുമ്പോൾ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ NSSന്റെ കേസുകളും NSSനെ സംബന്ധിച്ചുള്ള പല പ്രശ്നങ്ങളും ആ കാലഘട്ടങ്ങളിൽ അച്ഛൻ കൈകാര്യം ചെയ്തിരുന്നു. അതിനുശേഷം 1949 എറണാകുളത്ത് പ്രാക്ടീസ് ആരംഭിക്കുകയും ശ്രീ കളത്തിൽ വേലായുധൻ നായർ ആ സമയത്ത് അതിനുശേഷവും NSSന്റെ പ്രസിഡന്റായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ പല പല നിയമപ്രശ്നങ്ങളും വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ NSSന്റെ സ്വത്തുക്കളെ സംബന്ധിച്ചോളും പല പല നിയമപ്രശ്നങ്ങൾ കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അഭിഭാഷകനായിരുന്ന സമയത്ത് NSSന് വേണ്ടി പല കേസുകളും കേരള ഹൈക്കോടതിയിലും അതിനുശേഷം സുപ്രീം കോടതിയിലും നടത്തുവാനുള്ള ഒരു സന്ദർഭവും എനിക്കുണ്ടായിട്ടുണ്ട്. അതിന് പല മേഖലകളിലും നിയമപരമായിട്ടും അല്ലാതെയായിട്ടും NSS പ്രവർത്തനങ്ങൾ അച്ഛൻ്റെ കൂടെയാണ് എനിക്ക് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അതിനെപ്പറ്റി വളരെ വലിയതായൊരു അനുഭവം ഉണ്ടാവാൻ സംശയമുണ്ട്. NSSന്റെ മന്നത്ത് പത്മനാഭന്റെ പറ്റി ഒരു പുസ്തകം ശ്രീ ഹരീന്ദ്രനാഥക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അത് മന്നത്തെ പത്മനാഭൻ കർമ്മയോഗിയായ കുലപതി. ഒരു പക്ഷേ അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മന്നത്തെ പത്മനാഭന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം നൽകുന്ന ഒരു മഹൽ ഗ്രന്ഥമാണ് ആ പുസ്തകം. അതിനകത്ത് 4 കാര്യങ്ങളാണ് എനിക്ക് വളരെ കാര്യമായിട്ട് എന്നെ മനസ്സിലാക്കിയ 4 കാര്യങ്ങളാണ് ബുക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 4 കെട്ട് എങ്ങനെ നായർ സമുദായത്തിൽ നശിച്ചു എന്ന് ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. 4 കാര്യങ്ങളാണ് അതിൽ ഒരു അധ്യായത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നായർ സമുദായത്തിന്റെ അധപതനം, അല്ലെ 4 കെട്ട്, ഏത് തരത്തിൽ 4 കെട്ട് നായർ സമുദായത്തിന്റെ അടിത്തറ ഇളക്കി 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ 4 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1, സമുദായത്തെ നാശത്തിലേക്ക് നയിച്ച 1 മന്നത്തെ പത്മനാഭന്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയ ഒരു ബുക്കാണത്. 1 താലികെട്ട്, 2 കുതിരകെട്ട്, 3 വെടിക്കെട്ട്, 4 കേസുകെട്ട്. ഈ 4 കാര്യങ്ങളാണ് ഒരു കാലഘട്ടങ്ങളിൽ നായർ സമുദായത്തിന്റെ അധപതനത്തിലേക്ക് നയിച്ചത് എന്നാണ് ഗ്രന്ഥകാരൻ ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. താലികെട്ട് സമ്പ്രദായം മന്നത്ത് പത്മനാഭൻ മുൻകൈയെടുത്ത് നിർത്തലാക്കിയ ഒരു പ്രസ്ഥാനമാണ് താലികെട്ട്. എന്താണെന്ന് ഒരുപക്ഷെ പല കുട്ടികൾക്കും ഇവിടെ ഇരിക്കുന്ന പല കുട്ടികൾക്കും മനസ്സിലാകുകയില്ല. പണ്ടൊരു കാലത്ത് പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിപ്പിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്പൂതിരി, പ്രായമുള്ള നമ്പൂതിരി പുരുഷന്മാരെ കൊണ്ട്. അത് പല സന്ദർഭത്തിലും കാർന്നവരുടെ അല്ലെങ്കിൽ കുടുംബനാഥന്റെ, അത് അമ്മാവനാണ്, മടിയിലിരുത്തി, കൊച്ചുകുട്ടിയെ മടിയിലിരുത്തിയിട്ട് നടത്തുന്ന ഒരു വിവാഹ ചടങ്ങായിരുന്നു താലികെട്ട്. കുട്ടിക്ക് 12 വയസ്സോ 13 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് എന്താ സംഭവിച്ചെന്ന് മനസ്സിലാകുന്നില്ല. എന്നുവെച്ചാല് വീട്ടിലെ കാരണവൻ വിളിക്കുന്നു, മടിയിലിരുത്തുന്നു. പ്രായമുള്ള ഒരു നമ്പൂതിരി കുടുംബത്തിലെ ഒരു സമ്പ്രദായം, നമ്മുടെ നാട്ടിൽ നടന്ന സമ്പ്രദായമാണ്. അന്നത്തെ ആചാരം അതായിരുന്നു. നമ്മൾ വേറെ ആരെയും കുറ്റം പറയല്ല, അങ്ങനത്തെ ഒരു ആചാരങ്ങൾ നടന്നിരുന്നു. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചു. സംബന്ധം ചെയ്യുക എന്ന് പറയും, നിങ്ങൾക്ക് പലരും അറിയാം, സംബന്ധം ചെയ്യുക എന്ന് പറയും. അതിനുശേഷം
കുട്ടിക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരായി ഇദ്ദേഹം സമ്പത്തിന്റെ വീട്ടിൽ വരും. താമസിക്കാൻ നമ്പൂതിരിക്ക് താമസിക്കാൻ സ്ഥലമുണ്ട്. വീട്ടിൽ വരും. ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് അച്ഛന്റെ സ്വത്തിൽ യാതൊരു തരത്തിലുള്ള സ്വത്തിന് അവകാശമില്ല. അച്ഛന്റെ സ്വത്തിൽ വിവാഹം മാത്രം. കുട്ടി വളർന്നു വരുമ്പോഴത്തേക്കും അച്ഛന്റെ സ്വത്തിൽ യാതൊരു അവകാശവുമില്ല. അമ്മയുടെ സ്വത്താണെങ്കിൽ ആ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് ആ കുടുംബത്തിലെ അമ്മാവനാണ്. ഈ വിവാഹ ചടങ്ങ് ഒരു ദിവസം കൊണ്ട് തീരുന്നില്ല. 3 ദിവസത്തെ വിവാഹ ചടങ്ങാണ്. വലിയ സദ്യകൾ, കഥകളി, ഓട്ടംതുള്ളൽ. ഇതിനൊക്കെ എവിടുന്ന് പണം ഉണ്ടാക്കുന്നതും കൂടെ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭൂമി പണയപ്പെടുത്തി, അല്ലാതെ വേറെ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ടല്ല. പണ്ടുണ്ടായിരുന്ന ഭൂമി പണയപ്പെടുത്തിയിട്ട് നടത്തുന്ന ഒരു ചടങ്ങായിരുന്നു. അത് മന്നത്ത് പത്മനാഭന്റെ മുൻകൈയെടുത്ത് നിർത്തലാക്കിയ ഒരു അനാചാരമാണ്. അന്നത്തെ വ്യവസ്ഥയായിരുന്നു. അത് കൊല്ലങ്ങളായിട്ട് നടന്നു വന്ന വ്യവസ്ഥയായിരുന്നു. അത് അദ്ദേഹം മുൻകൈയെടുത്ത് നിർത്തിയതാണ് എന്ന് ഈ പുസ്തകത്തിൽ വളരെ വിപുലമായിട്ട് ശ്രീ അരിന്ദ്രനാഥക്കുറുപ്പ് പ്രതിപാദിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് പറഞ്ഞത് അദ്ദേഹം കുതിരകെട്ടത് ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്താണ് കുതിരകെട്ട് എന്നാണ്. കുതിരയെ കെട്ടുക എന്നാണ് വിചാരിച്ചത്. അല്ല, അത് നമ്മളിപ്പം അറിയാം. മാവേലിക്കരയിൽ നിന്ന് വരുന്നവർക്ക് അറിയാം എന്താണ് കുതിരകെട്ടെന്നുള്ളത്. അതിന് പല സ്ഥലത്തും പലതരത്തിലുള്ള ഇതുണ്ട്. ഗരുഡൻ തൂട്ടം ചില സ്ഥലത്ത് പറയും. അതൊരു ആചാരമാണ്. മനുഷ്യന്റെ ഗരുഡൻ തൂട്ടം നിങ്ങൾക്ക് അറിയാമല്ലോ. സ്ഥലത്ത് നിർത്തലാക്കി, കോടതി ഇടപെട്ട് പല സ്ഥലത്തും നിർത്തലാക്കി. അതിന് വളരെയധികം പണച്ചെലവുണ്ട്. പണച്ചെലവ് മാത്രമല്ല, അത് മാനുഷികമായ എന്ന് പറയുകയാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്ന് പറയും. ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടത്തി ആനന്ദം കൊണ്ടിരുന്നു ഒരു കാലത്ത് നായർ സമുദായത്തിലെ അംഗങ്ങൾ. അതും അദ്ദേഹം മന്നത്ത് പത്മനാഭന്റെ ശ്രമം കൊണ്ട് അത് കാര്യമായിട്ടുള്ള മാവേലിക്കര ഇപ്പോഴും സ്ഥലങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. എങ്കിലും അതിനൊരു ഐ ഓപ്പണർ എന്ന് പറയാം. അദ്ദേഹം കണ്ണു തുറപ്പിച്ചു, അത് നിർത്തലാക്കി. പിന്നെ വെടിക്കെട്ട് ഹരമായിരുന്നു. നായർ സമുദായത്തിലെ അംഗങ്ങൾ ഹരമായിരുന്നു. ഉത്സവം വന്ന വെടിക്കെട്ട്. പണം എവിടെ നിന്നുണ്ടാകുന്ന അറിയാലോ. ഭൂമി പണയപ്പെടുത്തി പണമുണ്ടാക്കി സന്തോഷിച്ചിരുന്നു. ഉത്സവങ്ങൾക്ക് വേണം, ഉത്സവങ്ങൾക്ക് അതിലായ ചടങ്ങുകൾ വേണം, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ എല്ലാത്തിനും അതിലുണ്ട്. വെടിക്കെട്ടിൽ പ്രാഗൽഭ്യരായിരുന്നു. കണ്ടമാനം പണം അനാവശ്യമായിട്ടും അമ്പലങ്ങളിലെ വെടിക്കെട്ടൊക്കെ മനസ്സിലാക്കാം. അത് കണ്ടമാനം പണം ചെലവാക്കിയിരുന്നു. അതിനും അദ്ദേഹം മുൻകൈയെടുത്ത് നിർത്തലാക്കി. ഇനി ഏറ്റവും കൂടുതൽ നായർ സമുദായത്തെ നശിപ്പിച്ച ഒന്ന് കേസ് കെട്ടാണ്. അതെനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഒരു ന്യായാധിപൻ എന്ന മട്ടില് പറയാൻ പറ്റും. 1920-ലെയും 1950-ലെയും കേരള ഹൈക്കോടതിയിലെയും ജഡ്ജ്മെന്റ്സ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഭൂമി സംബന്ധിച്ചുള്ള വ്യവഹാരം നായർ സമുദായ അംഗങ്ങളുടെ ഇടയ്ക്കായിരുന്നു. അതിപ്പം തെളിവുണ്ട്. നിയമപുസ്തകങ്ങൾ എടുത്ത് നോക്കിയാൽ 1920-ഉം 1970-നും ഇടയ്ക്കുള്ള നിയമപുസ്തകങ്ങൾ നോക്കിയാൽ ഭൂമി സംബന്ധിച്ചുള്ള പാർട്ടീഷൻ സൂട്ട്, ഭാഗം വെക്കുവാനുള്ള നിയമപ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് നായർ സമുദായത്തിലെ അംഗങ്ങളിലായിരുന്നു. അത് ഭൂമി അധികം ഉണ്ടായിട്ടല്ല. പക്ഷെ അതിനുവേണ്ടി മുനിസിപ്പൽ കോടതി തൊട്ട് സുപ്രീം കോടതി വരെ വ്യവഹാരം നടത്തുവാനായിട്ട് നായർ സമുദായ അംഗങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അതിനുള്ള പണച്ചെലവ്, ഒരു 10 സെന്റ് ഭൂമി അല്ലെങ്കിൽ 20 സെന്റ് ഭൂമി അല്ലെങ്കിൽ 1 ഏക്കർ ഭൂമി, ആ ഭൂമിയുടെ 10 ഇരട്ടി പണം അതിനുവേണ്ടി ചെലവാക്കിയിരുന്നു. അതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ നിയമപുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചാൽ അറിയാം. അത് നെയ്യാറ്റിൻകര സൈഡിലാണെങ്കിൽ നെയ്യാറ്റിൻകര സൈഡില് 1925 നടന്ന പാർട്ടീഷൻ സൂട്ട് ഒരു പക്ഷേ ഇപ്പോഴും തീർപ്പാക്കാതെ കിടപ്പുണ്ടായിരിക്കും. അത് പാർട്ടീഷൻ സൂട്ട് മാത്രമല്ല, ഭാഗപത്രമായ കേസുകൾ മാത്രമല്ല, അതിനെ സംബന്ധിക്കുന്ന പല കേസുകൾ. ഇൻജക്ഷൻ സൂട്ട് ഉണ്ടാകാം, ഈസ്മെന്റിനെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ. ഇതിനുള്ള പണച്ചെലവ് ഏറ്റവും കൂടുതൽ ചെലവാക്കിയ നായർ സമുദായങ്ങളാണ്.
സമുദായ അംഗങ്ങളാണ്. ഇത് നായർ സമുദായത്തിന്റെ തീർച്ചയായിട്ടും സമുദായത്തിനെ വിളിച്ച ഒരു കാര്യമാണ്. ഇതിന് അതുപോലെ വിവാഹ ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ എത്രമാത്രം ഡൈവോഴ്സ് പെറ്റീഷൻസും ഇന്ന് ചിലപ്പോൾ അത്ഭുതം തോന്നും. സുപ്രീം കോടതിയിൽ പോയാലും സുപ്രീം കോടതിയിൽ നമുക്ക് സുപ്രീം കോടതി ആകുമ്പോഴത്തേക്ക് കേരളത്തിൽ നിന്നുള്ള മാത്രമല്ല ഇന്ത്യയിലെ ഉടനീളമുള്ള കേസുകളാണ്. ഒരു ദിവസം ഒരു 10-15 എങ്കിലും ഡൈവോഴ്സ് കേസുകളും അതിനെ സംബന്ധിക്കുന്ന കുട്ടികളുടെ കസ്റ്റഡിക്കുള്ള കേസുകളും മെയിൻ്റനൻസ് പെറ്റീഷൻസും കുറഞ്ഞൊരു 10-15 ദിവസവും വരുന്നുണ്ട്. 2-3 കേരളത്തിൽ നിന്നുമുണ്ട്. ഇത് സുപ്രീം കോടതിയിലെ കാര്യം ഞാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ കേരള ഹൈക്കോടതിയിലും പല ഹൈക്കോടതിയിലും ഇപ്പം നായർ സമുദായാംഗങ്ങൾ വേറെ പല സംസ്ഥാനങ്ങളും ഇവിടുത്തെ പോലെ തന്നെ 2-3 ജനറേഷൻസ് ആയിട്ട് ഇപ്പം മദ്രാസിലും അതുപോലെ കർണാടകയിലും തമിഴ്നാടിലും കർണാടകയിലും ഗുജറാത്തിലും ഡൽഹിയിലും പല സ്ഥലത്തും 2-3 ജനറേഷൻസ് ആയിട്ട് തന്നെ ഇപ്പം ഉണ്ട്. അപ്പം പല കേസുകൾ വേറെ സംസ്ഥാനത്തിൽ നിന്നും സുപ്രീം കോടതിയിൽ വരുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള കേസുകളുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താ നായർ സമുദായത്തിന് ഉണ്ടായതും